എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിയെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു പുരുഷന് ആ സ്ത്രീയോട് ചെയ്തത് ശരിയെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ തെറ്റാണെന്ന് തോന്നുന്നു. അതൊരാൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് അത് സ്ത്രീപക്ഷവാദമാകുന്നത്? അല്ല, സ്ത്രീപക്ഷവാദം തെറ്റല്ല, സ്ത്രീപക്ഷവാദം നല്ലതാണ്. എന്തുകൊണ്ടാണ് സ്ത്രീപക്ഷവാദം നല്ലത്? നമ്മുടെ സമൂഹത്തിൻ്റെ അധികാരഘടനയിൽ ആണുങ്ങൾക്കാണ് എപ്പോഴും അപ്രമാദിത്വം ഉള്ളത്. അപ്പോൾ സ്ത്രീകൾ പലപ്പോഴും പിന്നോട്ട് നിൽക്കുകയാണ്. സ്ത്രീകളോട് കുറേ കാലത്തിൽ അനീതി ചെയ്തിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ലോകത്തും നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾക്ക് ഇലക്ഷന് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലായിരുന്നു. അങ്ങനെ സ്ത്രീകൾ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതാണ് അവരുടെ അവകാശങ്ങൾ. പൂർണ്ണമായി ബഹുമാനിക്കുന്നു. ആ പോരാട്ടം അതേപോലെ നിലനിർത്തി പുരുഷനോട് അനീതി ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ പറയണം. അതുമാത്രമല്ലേ ഉള്ളൂ. ഇപ്പം നേരത്തെ ഞാനൊരു എക്സാമ്പിളായിട്ട് ഇൻബോൾഡിൻ്റെ കേസ് പറഞ്ഞതാണ്. അപ്പോൾ അവിടെയാണ് ഇതിനൊരു സെൻസ് ഓഫ് ബാലൻസ് വേണം. ശ്രീ സുരേഷ് ഗോപിയുടെ കാര്യം നമുക്കെല്ലാം അറിയാം. ഒരു മാധ്യമ പ്രവർത്തകയാണ്. ഇനിയുടെ പേര് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഒരു മാധ്യമ പ്രവർത്തകയോട് സുരേഷ് ഗോപി തോളിലിങ്ങനെ തട്ടി സംസാരിച്ചു. കാണുന്ന എല്ലാവർക്കും അറിയാം അത് ഫ്രണ്ട്ലി ആയിട്ട് നീ എന്നെ കൊടുക്കാൻ നോക്കുകയല്ലേ എന്ന് പറഞ്ഞ് സംസാരിച്ചതാണ്. അത് ശരിയല്ല. സുരേഷ് ഗോപി ഏറ്റവും നല്ല രീതിയിൽ പബ്ലിക്കായിട്ട് ഫേസ്ബുക്കിൽ ഇവരുടെ പേരെടുത്ത് പറഞ്ഞ് ക്ഷമിക്കണം, എനിക്ക് തെറ്റിയതാണ്, ഐ എം വെരി വെരി സോറി എന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളി ലൈംഗികപരമായി സ്പർശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ന്യായമാണ്? ഈ 10 ക്യാമറ നിൽക്കുമ്പം അങ്ങനെ ആരെങ്കിലും സെക്ഷുവലി ഇൻറ്റൻഷനോട് തോന്നും? ഇനി രണ്ട്, നിങ്ങൾ ഓൺലൈൻ ചാനലാണ് കുറച്ചുകൂടെ ധൈര്യമായിട്ട് പറയാം. നമ്മുടെ ഡോക്ടർ അരുണിനെ എനിക്ക് എല്ലാ കാര്യത്തിലും ദേഷ്യമാണ്. അരുണിൻ്റെ എല്ലാ നിലപാടുകളോടും എനിക്ക് എതിർപ്പാണ്. പക്ഷേ അരുൺ പോക്സോ കേസിലെ 1-ാം പ്രതി ആവുന്നത് എങ്ങനെയാണ്? ഇത് നിങ്ങൾ ചോദിക്കട്ടെ. അതായത് പോക്സോ, അരുണ് മക്കളില്ലേ വീട്ടിൽ, ആ പിള്ളേർ സ്കൂളിൽ പോകണവരല്ലേ? അരുൺ പോക്സോ കേസിൽ 1-ാം പ്രതി. എന്തിനാണ്? തലേ ദിവസം ഷാബാസ് ഒരു പെൺകുട്ടിയോട് സംസാരിച്ചതിനെ തമാശ രൂപേണ ഷാബാസ് ഇപ്പോഴും ആ കുട്ടി ഓർത്തിരിക്കുകയാണോ എന്ന് ചോദിച്ചൊരു പോക്സോ കേസിൽ 1-ാം പ്രതി എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കും. എന്ത് തരം നാടാണിത്? ഇനി നാളെ അരുൺ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ പലരും ബോച്ചയുടെയും അരുണിൻ്റെയും വിഷയങ്ങൾ ഇക്വേറ്റ് ചെയ്ത് നീയും ദ്വയാർത്ഥം പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട്. ഒരു വെറും തമാശ, ഇനോക്യസായ ഇന്നസെൻ്റായ തമാശ പറഞ്ഞതിന് അറിയില്ല ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണ്. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഈശ്വറാണെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ അറസ്റ്റ് ആയത്. 100% യോജിക്കുന്നു. ഒരു കാര്യം ചോദിച്ചു, 100% ഈ പെൺകുട്ടി പരാതി കൊടുത്തു. പെൺകുട്ടിക്ക് പരാതിയുണ്ടോ? പെൺകുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ പരാതിയുണ്ടോ? പെൺകുട്ടിയുടെ വീട്ടിലെ എക്സ്റ്റെൻഡഡ് ഫാമിലിയിലെ അമ്മമാർക്കും അമ്മാവന്മാർക്കെങ്കിലും പരാതിയുണ്ടോ? അപ്പോൾ ഈ വരുന്ന വഴി പോണ ആൾക്ക് എങ്ങനെയാണ് ആ പെൺകുട്ടിക്ക് വേണ്ടി പരാതി കൊടുക്കാൻ പറ്റും? അതായത് ശരിയാണ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി പറഞ്ഞു എന്തായാലും കേസെടുക്കണം, തർക്കമൊന്നുമില്ല. ഒരു പെൺകുട്ടി നേരിട്ട് പറയല്ലേ, ആ പെൺകുട്ടിക്ക് പരാതിയില്ല. ശരിക്കും നിങ്ങളൊന്ന് കാര്യമായിരിക്കണം. നിങ്ങളടക്കമുള്ള ചാനൽ ക്യാമറ എടുത്തുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ എന്തിനാണ് യുവജനോത്സവ വേദി പോകുന്നത്? അവിടുത്തെ പിള്ളേർക്കൊരു പ്രൊമോഷൻ കൂടി കിട്ടാൻ വേണ്ടിയല്ലേ? അതായത് നമ്മൾ യുവജനോത്സവ വേദി പോകുമ്പോൾ നാളത്തെ നവ്യ നായരും നാളത്തെ മഞ്ജു വാര്യരും നാളത്തെ വിനീതും അല്ലെങ്കിൽ നാളത്തെ സലിംകുമാറും അല്ലെങ്കിൽ നാളത്തെ ജയേന്ദ്രനും ഒക്കെ ഈ വേദികളിൽ നിന്ന് ഉയർന്നു വരണം എന്നൊരാഗ്രഹം കൂടെ വെച്ചല്ലേ നിങ്ങൾ പോകുന്നത്. അങ്ങനെ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ മത്സരിച്ചിരുന്ന് പ്രൊമോട്ട് ചെയ്യാൻ എല്ലാ ചാനലുകളെയും. അവർക്കും കണ്ടന്റാണ്, പിള്ളേർക്കും ഒരു പ്രൊമോഷനാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ തമാശ, ആ പെൺകുട്ടി പരാതി കൊടുത്തു, താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ശരി, അതിൻ്റെ അച്ഛനും അമ്മയും പരാതി കൊടുത്തു. അല്ല പിന്നെ ആർക്കാണ് പരാതി? ഏറ്റവും ഈ വഴി കാണുന്നവന് അവൻ്റെ പേര് TV വരാൻ വേണ്ടിയാണ് പരാതി കൊടുക്കുന്നത്. അതായത് ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത എന്ത് വേദനയാണ് അയാൾക്കുള്ളത്? അവളുടെ അച്ഛനും അമ്മയ്ക്കും അത് മോശം തോന്നുന്നു. ഇനി ആ പരിപാടി കണ്ടോന്നറിയില്ല. ഒപ്പനയ്ക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത അവരുടെ ടീമായിരുന്നു. ഒപ്പനയ്ക്ക് വളരെ അഴകുള്ളൊരു കുട്ടി, അതായത് സ്കൂളിലെ കുട്ടിയാണ്, മൊഞ്ചത്തി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നല്ലൊരു കുട്ടി. എന്നിട്ട് ഇയാളോട് തമാശയ്ക്ക് ചോദിക്കുകയാണ് എന്താണ് ഭാവി മണവാളിനെ കുറിച്ചുള്ള അഭിപ്രായം. കുട്ടി പറഞ്ഞേ അങ്ങനൊന്നും ഇല്ല. അപ്പോൾ ഇയാൾ പറഞ്ഞാൽ എനിക്കറിയാം അച്ഛനും അമ്മയൊക്കെ കാണുന്നതിൻ്റെ പ്രശ്നമല്ലേ. വളരെ ലൈറ്റ് ഹാർട്ടഡായി തമാശ പറഞ്ഞ് 10-100 പേര് ചുറ്റും ഇരിക്കുകയല്ലേ. ഇനി പോക്സോ വകുപ്പിലെ ഇതെന്താണെന്നറിയാമോ? ആ പോക്സോ വകുപ്പിൻ്റെ എക്സാക്ട് വേർഡിങ്, എ പേഴ്സൺ ഹൂ അപ്രോച്ചസ് വിത്ത് സെക്ഷുവൽ ഇൻറ്റൻറ്റ്, ലൈംഗിക താല്പര്യത്തോടുകൂടി ഒരു വ്യക്തിയെ അങ്ങനെ പരാമർശിക്കുകയോ തൊടുകയോ മറ്റും ചെയ്യുന്നതാണ്. അരുണിന് ആ കുട്ടിയോട് ലൈംഗിക താല്പര്യം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ചുമ്മാ പറയുന്നില്ലേ. അപ്പം എന്താ അരുണിനെ 1-ാം പ്രതിയാക്കിയത്? എന്നാലേ പഞ്ചുള്ളൂ. ഷാബാസിനെ 1-ാം പ്രതിയാക്കിയ പഞ്ചില്ല, അരുണിനെ 1-ാം പ്രതിയാക്കിയാലേ പഞ്ചുള്ളൂ. എന്ത് തരം നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്? അതുകൊണ്ട് ഒരു സെൻസ് ഓഫ് മര്യാദ വേണം. ഇപ്പം അതേ കേസിൽ കഷ്ടത്തിന് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അകത്ത് കിടക്കും, ഞാൻ പോക്സോ കേസിലെ പ്രതിയാവും. ഈ ചാനലുകൾ എന്ത് ചർച്ച ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴേ അറിയാം. രാഹുൽ ഈശ്വർ വെർബൽ റേറ്റ് ചെയ്തു എന്നൊക്കെ പറയും. കുറച്ചു കാലം കഴിഞ്ഞാൽ വെർബൽ എന്ന വാക്കും അങ്ങനെ മാറ്റി. പക്ഷേ ഞാൻ റേറ്റിസ്റ്റാണ്. എന്തിനാണ് പബ്ലിക്കായി ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്ന് 100 കണക്കിന് ആൾക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു തമാശ പറഞ്ഞു? അത് ഒരു ദ്വയാർത്ഥ പറയുമ്പോൾ തമാശയൊന്നുമല്ല. നിങ്ങൾ ആ പരിപാടി ഇല്ലെങ്കിൽ ഒന്ന് കാണണം. ഇപ്പോൾ റിപ്പോർട്ടർ അത് ക്യാൻസൽ ചെയ്യുന്നു തോന്നുന്നു, ഡിലീറ്റ് ചെയ്തു തോന്നുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പഴയ ആർട്ടിക്സ് വല്ലതും കാണും. അരുൺ ഷാബാസിനോട് പറഞ്ഞതിന് ആ പെൺകുട്ടിയോട് സെക്ഷൽ ഹരാസ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കേസെടുത്തതിന് കൈയടിയും. അപ്പോൾ ഇവിടെയാണ് അത് അന്യായമല്ലേ അല്ലെന്ന് നമുക്ക് അഭിപ്രായമുണ്ട്. ശരി, ഇനി വേറെ ഒന്നും വേണ്ട. ഇത് അന്യായമാണോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? നമ്മുടെ സഹോദരനാണ് അരുൺ എന്ന് ഒരു നിമിഷത്തേക്ക് ചിന്തിക്കുക. നമ്മളാണ് അരുൺ എന്നൊരു നിമിഷത്തേക്ക് ചിന്തിക്കുക. നമുക്കെതിരെ അങ്ങനെ ഒരു കേസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുക.
എട്ടുപോലെ അരുൺ ഒരു പക്ഷേ പിടിച്ചു നിൽക്കുമായിരിക്കും. അരുൺ ഡോക്ടറേറ്റ് ഉള്ളവനാണ്, വലിയ പഠിത്തമുള്ളവനാണ്. അരുണിനെ സപ്പോർട്ട് ചെയ്യാൻ റിപ്പോർട്ടർ ചാനലുണ്ട്. റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാരെ ഇതേപോലെ ഒരുപാട് കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ അവരുടെ കേസ് പഠിച്ചുകൊണ്ട് പറയാം. റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാരെ അവരുടെ അമ്മച്ചി മരിച്ചിട്ട് പോലും വിടാത്ത രീതിയിൽ പോലീസുകാർ കള്ളക്കേസ് കുടിക്കൊണ്ട് അവരൊരു പക്ഷേ അരുണിനെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ ചാനലിൻ്റെ, അതായത് നിങ്ങൾക്ക് വളർന്നു വരുന്ന വലിയ രീതിയിലുള്ള ഡിജിറ്റൽ മീഡിയയിലെ പ്രോമിനന്റ് ചാനലുകളാണ്. നിങ്ങളുടെ ചാനൽ നിങ്ങൾ ഒരാൾക്കൊരു അബദ്ധം പറ്റിയിരിക്കട്ടെ, അയാൾക്കെതിരെ പോക്സോ കേസ് ഇരിക്കട്ടെ, ചാനലുകാർ എന്ത് പറയും? റിസ്ക് എടുക്കാൻ പറ്റുന്നതാണ് പറയും. നമ്മൾ എന്തിനാണ് നിന്റെ പേര് ചീത്ത കേൾക്കുന്നു എന്ന് പറയും. ഇത് ഈ നാട്ടിലെ ഒരുത്തിൻ്റെ അവസ്ഥയാണ്. ഇത് അരുണിന് ഒരു പക്ഷേ രാമപിള്ള സാറിന് അരുൺ അത്യാവശ്യം നല്ലൊരു കുടുംബത്തിലേക്ക് അത്യാവശ്യം വെൽ ഓഫ് ഒക്കെയാണ്. അരുൺ ഒരു പക്ഷേ ഫൈറ്റ് ചെയ്യാൻ കാണും, നമുക്കെതിരെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം അങ്ങനെ പോകാനുള്ളൊരു സ്പേസാണ് പുരുഷ കമ്മീഷൻ. സാറേ, ഞാൻ ഒന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല. ഈ ലോ അറിയാമെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ അഡ്വക്കേറ്റും കൂടെ ആയതുകൊണ്ട് പറയാം, ലോയിലെ ഏറ്റവും പ്രധാന കാര്യം മെൻസ് റിയ ആണ്. മെൻസ് റിയ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷൻ ടു കമ്മിറ്റ് എ റോങ്, ഇൻറ്റൻഷൻ ടു കമ്മിറ്റ് എ ക്രൈം, ഉദ്ദേശം. അതായത് ഞാനിപ്പോൾ അറിയാതെ വണ്ടി ഒരു സ്ഥലത്തൂടെ പോയി ഒരാളെ തെറ്റിയാൽ ഓഫ്കോഴ്സ് തെറ്റാണ്, പക്ഷേ ഞാൻ അവനെ കൊല്ലാൻ ശ്രമിച്ചു ഒരിക്കലും കേസിടാൻ പറ്റില്ല. അപ്പം മെൻസ് റിയ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷൻ, ഉദ്ദേശം. അരുണിന് ആ കുട്ടിയോട് എന്തെങ്കിലും ലൈംഗിക ഇൻറ്റൻഷൻ ഉണ്ടെന്ന് ലോകത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് അരുണിനെ പിടിച്ചിടാൻ വേണ്ടിയൊന്നുമല്ല, അപമാനിക്കാനാണ്. അരുണിനെ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ ആക്രമിക്കുന്ന വ്യക്തിയാണ്. അരുണിനെ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആക്രമിക്കും. പക്ഷേ ആ ആക്രമിക്കുന്നത് അരുണിൻ്റെ വാദഗതികളെയാണ്, അരുണിനെതിരെ വ്യാജ പോക്സോ കേസ് ചുമത്തിയല്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളും ഒരു സെൻസ് ഓഫ് ബാലൻസ് വേണം. കാര്യം മുഖ്യധാരാ മാധ്യമങ്ങളോട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിലാണ്. ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താണ് ഈ മാധ്യമങ്ങളുടെ പ്രസക്തി എന്നും കൂടെ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇന്നലെ നേടിയത് ഏറ്റവും വലിയ റീല് നമ്മുടെ കേരളത്തിലെ ഒരു പയ്യനാണ്. നിങ്ങൾ ചെല്ലെങ്കിലും കണ്ടു കാണും. ഇൻസ്റ്റാഗ്രാമിൽ ലോകത്തിലെ ഏറ്റവും കണ്ട റീല് നമ്മുടെ കേരളത്തിൽ. എനിക്കൊന്നും ഇവിടെ കുഞ്ചാക്കോവൻ്റെ ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ട്. ആ സിനിമയുടെയും കൂടെ പശ്ചാത്തലത്തിലുള്ള റീലാണ്. അതാണ്. അപ്പോൾ ഈ ഓൺലൈൻ മീഡിയയിലൂടെ നിങ്ങൾ ജനങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കണം എന്നൊരു അഭ്യർത്ഥന.